നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു ദിനപത്രത്തിലെ ഒരു പ്രധാന വാർത്തയും പിന്നെ ലേണേഴ്സ് IAS നൽകിയ ചില പഠനക്കുറിപ്പുകളും വെച്ചാണ് സംസാരിക്കുന്നത്. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെന്തായാലും പ്രയോജനപ്പെടും. വിഷയം ഇതാണ്: അമേരിക്കയുടെ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നു. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതായത് TRF, ഈ സംഘടനയെ അവരൊരു വിദേശ ഭീകര സംഘടനയായിട്ട് FTO ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത് ഇന്ത്യക്കൊരു നയതന്ത്ര വിജയം തന്നെയാണോ, അതോ ഇതിനു പിന്നിൽ അമേരിക്കൻ നയങ്ങളുടെ കുറച്ച് സങ്കീർണതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇന്ത്യയുടെ ഈ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇത് ഒരു പ്രധാന ഘട്ടം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ, പിന്നെ അമേരിക്കയുടെ മൊത്തത്തിലുള്ള നയങ്ങൾ ഒക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കേണ്ടതുണ്ട്. അതെ, ശരിയാണ്. പ്രത്യേകിച്ച് UPSC പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ ഇത് സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന മേഖലകളാണല്ലോ. ഇതിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയൊക്കെയാണ്? നല്ല ചോദ്യമാണ്. പ്രിലിംസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഒന്ന്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ. അതിൽ ഇന്ത്യ-US, ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധങ്ങളൊക്കെ വരും. പിന്നെ ആഭ്യന്തര സുരക്ഷ. അതിൽ ഭീകരവാദം, TRF, ലഷ്കർ-എ-തോയ്ബ പോലെയുള്ള സംഘടനകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ UNSC 1267 കമ്മിറ്റി, അതായത് ഈ ആഗോള ഭീകരരുടെ പട്ടികയുണ്ടാക്കുന്ന സമിതി, അതും പ്രധാനമാണ്. ഓക്കേ. ഇനി മെയിൻസിലേക്ക് വരികയാണെങ്കിൽ GS പേപ്പർ 2, അവിടെ ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഉഭയകക്ഷി നയതന്ത്രം, പിന്നെ ഈ വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെ വരും. ശരി ശരി. GS പേപ്പർ 3-ലാണെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം, മറ്റു സുരക്ഷാ വെല്ലുവിളികൾ, പിന്നെ ഇതിലൊക്കെ ഈ ബാഹ്യശക്തികളുടെ പങ്കെന്താണ്, ഇതൊക്കെ നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ്. അപ്പോ വാർത്തയുടെ പ്രധാന കാര്യത്തിലേക്ക് വരാം. ഈ 2025 ഏപ്രിലിൽ പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ. അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഈ TRF ഏറ്റെടുത്തിരുന്നു. അതിനെ തുടർന്നാണ് അമേരിക്ക ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ, അതായത് LETയുടെ ഒരു മുന്നണി സംഘടന, ഒരു പ്രോക്സിയാണ് TRF എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്നു, അല്ലേ? അതെ അതെ, അത് വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം ഇന്ത്യ കുറേ കാലമായി പറയുന്ന ഒരു കാര്യമാണ്, അതായത് പാകിസ്ഥാൻ ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളെ ഭീകരപ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന്. അതിനൊരു വലിയ അന്താരാഷ്ട്ര അംഗീകാരം കൂടിയാണ് ഈ അമേരിക്കൻ പ്രഖ്യാപനം. ഇത് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ 1267 കമ്മിറ്റിയിൽ TRFനെതിരെ ഒരു ആഗോള ഉപരോധം കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഒരു ഊർജം നൽകൂ. ശരിയാണ്. പക്ഷേ ഇവിടെ തന്നെയാണ് ലേണേഴ്സ് IAS നോട്ടിൽ പറയുന്ന ആ ഒരു വിഷയം വരുന്നത്. അതായത് കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഈ ഒരു നല്ല നീക്കത്തിനിടയിലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമേരിക്കയുടെ നയങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങളെന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന്, ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ചില നടപടികൾ എടുത്ത സമയത്ത്, അതിനുശേഷം അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുല്യത, ഒരു ഇക്വാലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അത് ശരിക്കും പ്രശ്നമാണ്. കാരണം ഭീകരാക്രമണം നടത്തുന്നവരും അതിന് ഇരയാകുന്നവരും തമ്മിൽ ഒരു കൃത്രിമ ബാലൻസ് ഉണ്ടാക്കുന്നത് പോലെയാണത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സൈനിക നേതൃത്വത്തെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പുകഴ്ത്തി സംസാരിച്ചതും ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണണം. ഈ സംസാരത്തിൽ വരുന്ന രണ്ട് പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് വ്യക്തമാക്കിയാലോ. ഒന്ന്, ഈ പ്രോക്സി ടെററിസ്റ്റ് ഗ്രൂപ്പ് അഥവാ പ്രോക്സി ഭീകര സംഘടന. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പ്രധാന ഭീകര സംഘടനയുണ്ടാവും. ഈ കേസിൽ ലഷ്കർ-ഇ-തോയ്ബ. അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് നിരീക്ഷണങ്ങളും ഉപരോധങ്ങളുമൊക്കെ നേരിടുന്ന സംഘടനയായിരിക്കും ഇത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വേറൊരു പേരിൽ ഒരു മുന്നണി സംഘടനയായിട്ട് പ്രവർത്തിക്കും. അതാണ് ഈ പ്രോക്സി ഗ്രൂപ്പ്. ഇവിടെ TRF അങ്ങനെയുള്ള ഒന്നാണ്. അപ്പോൾ യഥാർത്ഥ സംഘടനയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കും. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ പുതിയ പേരിൽ ഏറ്റെടുക്കും. ഇത് ശരിക്കുള്ള ആൾക്കാർക്ക്, ആ സ്പോൺസർമാർക്ക്, ഒരു മറയായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, മനസ്സിലായി. ഇനി മറ്റൊന്ന്, അമേരിക്കയുടെ ഈ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ FTO പദവി, അത് കൃത്യമായി എന്താണ്? അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരു നിയമപരമായ ഒരു പദവിയാണ്. ഒരു സംഘടനയെ
ഔദ്യോഗികമായിട്ട് ഭീകരവാദ സംഘടന എന്ന് മുദ്രകുത്തുന്ന ഒന്നാണിത്. ഇതിന് പ്രധാനമായിട്ടും ചില പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയിലുള്ള ആ സംഘടനയുടെ എന്തെങ്കിലും ആസ്തികളുണ്ടെങ്കിൽ അതെല്ലാം മരവിപ്പിക്കും. രണ്ട്, ആ സംഘടനയിലെ അംഗങ്ങൾക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്കേർപ്പെടുത്തും. ഓക്കെ. മൂന്നാമതായി, അമേരിക്കൻ പൗരന്മാർക്കോ അല്ലെങ്കിൽ അമേരിക്കയിലെ സ്ഥാപനങ്ങൾക്കോ ഈ FTO ആയി പ്രഖ്യാപിക്കപ്പെട്ട സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക സഹായം, ഫണ്ടിംഗ് പോലെയുള്ളവ നൽകുന്നത് നിയമവിരുദ്ധമാകും. അപ്പോൾ ഈ വാർത്തയെ നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് കാണുമ്പോൾ ഇന്ത്യ കാലങ്ങളായി നേരിടുന്ന ആ അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇതിന്റെ മുന്നിൽ തങ്ങളുടെ പങ്ക് മറച്ചുവെക്കാനുള്ളൊരു തന്ത്രം കൂടിയാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ FTO പ്രഖ്യാപനം ഇന്ത്യയുടെ ഈ നിലപാടിനൊരു അംഗീകാരം നൽകുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അമേരിക്കൻ വിദേശ നയത്തിലെ ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത്, ഒരു ഭാഗത്ത് അവർ ഇന്ത്യയെ ഭീകരവാദത്തിനെതിരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയും, പക്ഷേ മറുഭാഗത്ത് അവരുടെ തന്ത്രപരമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാനുമായിട്ട്, പ്രത്യേകിച്ച് അവിടുത്തെ സൈനിക നേതൃത്വവുമായിട്ട് ഒരു അടുത്ത ബന്ധം അവർ നിലനിർത്തുന്നുമുണ്ട്. അപ്പോൾ ഈ FTO പദവി കൊണ്ട് ഇന്ത്യക്ക് ഗുണങ്ങളുണ്ട് എന്നത് സത്യം. പക്ഷേ ഈ അമേരിക്കൻ നിലപാടിലെ വൈരുദ്ധ്യങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് കാണണം, അല്ലേ? അതെ, തീർച്ചയായും. ഗുണങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്ന്, ഇന്ത്യയുടെ വാദത്തിന്, അതായത് പാകിസ്ഥാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നു എന്നതിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരം കിട്ടി. രണ്ട്, TRF പോലുള്ള സംഘടനകളുടെ ഫണ്ടിംഗ് തടയാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും കുറച്ചുകൂടി നിയമപരമായ വഴികൾ തുറന്നു കിട്ടും. മൂന്ന്, ഐക്യരാഷ്ട്രസഭയിലെ 1267 കമ്മിറ്റിയിൽ ഇന്ത്യയുടെ കേസിന് ഇത് കൂടുതൽ ശക്തി നൽകും. ശരിയാണ്. എന്നാൽ വെല്ലുവിളികൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ഈ അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു തുല്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തം കുറയ്ക്കാൻ സഹായിക്കുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ പാക് സൈന്യവുമായുള്ള അമേരിക്കയുടെ സഹകരണം തുടരുന്നത് അവരുടെ ഈ ഭീകരവാദ വിരുദ്ധ നിലപാടിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്, LET, ജെയ്ഷെ മുഹമ്മദൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിലച്ചിട്ടില്ല. അപ്പോൾ ഈ പട്ടികപ്പെടുത്തൽ മാത്രം പോരാ എന്നുള്ളതാണ് അനുഭവം. ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇനി മുന്നോട്ട് വെക്കേണ്ട ചുവടുകൾ എന്തൊക്കെയായിരിക്കണം? നോക്കൂ, ഈ കിട്ടിയ നയതന്ത്ര വിജയം ഇന്ത്യ എന്തായാലും ഉപയോഗിക്കണം. പക്ഷേ ഈ അമേരിക്കൻ നയത്തിന്റെ പരിമിതികളെക്കുറിച്ചും ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഇന്ത്യക്ക് നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരെ പോരാടാൻ അമേരിക്കയെ മാത്രം ആശ്രയിക്കുക എന്നുള്ളതൊരു പ്രായോഗിക സമീപനമല്ല. ഇന്ത്യ സ്വന്തം നിലയ്ക്ക് UNSC 1267 പോലെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ സമ്മർദ്ദം തുടരണം, ശക്തമാക്കണം. അതോടൊപ്പം ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ഗൾഫ് രാജ്യങ്ങൾ, ഇങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ഭീകരവാദ വിരുദ്ധ സഹകരണം കൂടുതൽ ശക്തമാക്കണം. പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പിന്തുണ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇത്തരം പ്രതീകാത്മക നടപടികളിൽ മാത്രം തൃപ്തരാകാതെ ആ സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോ ഇന്നത്തെ ഈ ഒരു വിശകലനം TRFനെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന്റെ പിന്നിലെ കാര്യങ്ങൾ, അതിന്റെ വിവിധ വശങ്ങൾ, ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ, പിന്നെ UPSC പരീക്ഷയ്ക്കുള്ള ഇതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. ഭീകരവാദത്തിനെതിരെയുള്ള ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ നയതന്ത്രപരമായ വഴികളിലൂടെയും അതേസമയം നിരന്തരമായൊരു ജാഗ്രതയിലൂടെയും മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. ശരി, അടുത്തതായി നമുക്ക് ദി ഹിന്ദു ദിനപത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ അടുത്തൊരു ലേഖനം വന്നിരുന്നു, ഇന്ത്യൻ വ്യോമയാന സുരക്ഷ, ഭീഷണികളും പരിഹാരങ്ങളും എന്നതിനെപ്പറ്റി. അപ്പോൾ അതിൽ പറയുന്ന ചില വ്യവസ്ഥാപരമായ വീഴ്ചകളെക്കുറിച്ചും അതിന്റെ ഒരു ഗൗരവത്തെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. എന്നാണ് ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ. നമുക്കൊന്ന് ആഴത്തിലൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ ലേഖനം പറയുന്നത് പോലെ ഇതൊന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കാര്യമല്ല, മറിച്ച് നമ്മുടെ വ്യോമയാന സുരക്ഷാ സംവിധാനത്തിൽ തന്നെയുള്ള ചില ഘടനാപരമായ പാളിച്ചകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ശരിയാണ്.
ഈ 2025 ജൂണിൽ അഹമ്മദാബാദിൽ നടന്നൊരു എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഈയിടെ വന്നിരുന്നല്ലോ. അത് ഈ മേഖലയിലെ വിശ്വാസ്യതയെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ആ റിപ്പോർട്ട് ഒരു ഉദാഹരണം മാത്രം. ഈ ലേഖനം പറയുന്നൊരു പ്രധാന കാര്യം, ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടല്ല, മറിച്ച് ഈ സ്വിസ് ചീസ് മോഡൽ എന്ന് പറയുന്നൊരു സംഭവമില്ലേ? ആ, കേട്ടിട്ടുണ്ട്. അതായത് പല സുരക്ഷാ സംവിധാനങ്ങളുണ്ടാവും. ഓരോന്നിലും ചിലപ്പോൾ ചെറിയ വീഴ്ചകളോ ദ്വാരങ്ങളോ ഉണ്ടാവാം. ഈ ദ്വാരങ്ങളെല്ലാം അവിചാരിതമായി ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. ശരി ശരി. അപ്പോ ഇന്ത്യയിൽ ഒരു യഥാർത്ഥ സുരക്ഷാ സംസ്കാരം ഇല്ലെന്നും പലപ്പോഴും ലാഭത്തിന് മുൻഗണന നൽകുമ്പോൾ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നും ലേഖനം പറയുന്നുണ്ട്. ഉത്തരവാദിത്വത്തിൽ നിന്ന് പല സ്ഥാപനങ്ങളും ഒഴിഞ്ഞുമാറുന്നു എന്നൊരു ആരോപണവും ഇതിൽ കാണുന്നുണ്ടല്ലോ. ശരിയാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ പറയുന്നുണ്ട്. റെഗുലേറ്ററായ DGCA ആണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന AI ആണെങ്കിലും പിന്നെ എയർലൈനുകൾ എല്ലാവരും മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നൊരു സ്ഥിതിവിശേഷം. ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ വല്ലതും? തീർച്ചയായും. ഈ വിമാനത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള അനധികൃത കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ, അതൊരു വലിയ ഭീഷണിയാണ്. പക്ഷേ നടപടിയെടുക്കാൻ പലപ്പോഴും വൈകുന്നു, അല്ലെങ്കിൽ നടപടിയുണ്ടാകുന്നില്ല. ഇനി പുതിയ വിമാനത്താവളങ്ങൾ പണിയുമ്പോൾ പോലും തുടക്കത്തിലെ ഈ കെട്ടിടങ്ങൾ കാരണം റൺവേയുടെ ഒരു ഭാഗം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിസ്പ്ലേസ് ത്രെഷോൾഡ് എന്ന് പറയും. അത് ഗൗരവമുള്ള കാര്യമാണല്ലോ. ഫലത്തിൽ റൺവേയുടെ നീളം കുറയുകയാണല്ലേ? അതെ, ലാൻഡിങ്ങിന് കിട്ടുന്ന ദൂരം കുറയുന്നു. ഇത് കൂടാതെ താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങളും ലേഖനം പറയുന്നുണ്ട്. അതെ അതെ, അതും ശ്രദ്ധിച്ചു. ഈ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയർമാർ, AMEs, പിന്നെ എയർ ട്രാഫിക് കൺട്രോളർമാർ, ATCOs, അവരുടെ കാര്യമോ? അവർക്ക് പലപ്പോഴും വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് ആളില്ലാത്തതാണ് പ്രധാന കാരണം. കൂടുതൽ സമയം ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും കാര്യക്ഷമത കുറയും, പിഴവുകൾ വരാനുള്ള സാധ്യത കൂടും. പിന്നെ സുരക്ഷാ വീഴ്ചകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ, അതായത് വിസിൽ ബ്ലോവർമാർ, അവരെ ഒരുമാതിരി ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആരാണ് പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെടുക? ശരിയാണ്. ഇത് മൊത്തത്തിൽ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമായി മാറുകയാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ UPSC പരീക്ഷാർത്ഥികൾക്ക് ഇതെങ്ങനെയാണ് പ്രസക്തമാവുന്നത്? ഏതൊക്കെ പേപ്പറുകളിലാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് പല രീതിയിൽ പ്രസക്തമാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഗവൺനൻസ് ഭാഗത്ത് DGCA, AAI പോലുള്ള റെഗുലേറ്ററി ബോഡികൾ, അവരുടെ ചുമതലകൾ, അതൊക്കെ ചോദിക്കാം. പിന്നെ ദുരന്ത നിവാരണം എന്ന ടോപ്പിക്കിൽ ഈ സ്വിസ് ചീസ് മോഡൽ പോലുള്ള ആശയങ്ങൾ വരാം. സമകാലിക സംഭവം എന്ന നിലയിലും പ്രാധാന്യമുണ്ട്. ഓക്കെ. മെയിൻസിന്റെ കാര്യത്തിലോ? മെയിൻസിന് ഇത് കൂടുതൽ പ്രധാനമാണ്. GS പേപ്പർ 2 സർക്കാർ നയങ്ങൾ, അവ നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ, സിവിൽ സർവീസിന്റെ പങ്ക് എന്നിവയുമായി ബന്ധിപ്പിക്കാം. GS പേപ്പർ 3 അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ദുരന്ത നിവാരണം, ഇതിലൊക്കെ വരും. പിന്നെ GS പേപ്പർ 4 എത്തിക്സിൽ ഭരണത്തിലെ ഉത്തരവാദിത്വം, താൽപര്യ വൈരുദ്ധ്യം, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സുതാര്യതയില്ലായ്മ, വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്വിസ് ചീസ് മോഡലും ഡിസ്പ്ലേസ് ത്രെഷോൾഡും പ്രിലിംസിനായി ഒന്നുകൂടി ലളിതമായിട്ട് പറയാമോ? വരുമ്പോൾ അപകടം സംഭവിക്കുന്നു എന്ന സിദ്ധാന്തമാണ്. ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ റൺവേയുടെ തുടക്കത്തിൽ തടസ്സങ്ങൾ, അതായത് ഉയരമുള്ള കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന പോയിന്റ് കുറച്ചുകൂടി മുന്നോട്ട് നീക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് ആ തടസ്സത്തിൽ ഇടിക്കാതിരിക്കാനാണ്. പക്ഷേ അതോടെ ലാൻഡ് ചെയ്യാൻ കിട്ടുന്ന റൺവേയുടെ നീളം കുറയും. പിന്നെ DGCA ഇന്ത്യയിലെ പ്രധാന വ്യോമയാന റെഗുലേറ്ററും AAI അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് എയർപോർട്ടുകളൊക്കെ നോക്കുന്ന സർക്കാർ സ്ഥാപനവുമാണ്. ശരി, വ്യക്തമായി. അപ്പോ ഇത് വെറുമൊരു വ്യോമയാന പ്രശ്നമായി കാണാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ചില പൊതുവായ പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണിത്, അല്ലേ? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് നടപ്പാക്കുന്നതും തമ്മിലുള്ള ഒരു വലിയ വിടവ് ഇവിടെ കാണാം. ഇന്ത്യയിലെ പല മേഖലകളിലുമുള്ള പ്രശ്നമാണ്. നിയമങ്ങൾ കടലാസിലുണ്ടാവും, പക്ഷേ നടപ്പാക്കുമ്പോൾ പല വിട്ടുവീഴ്ചകളും വരും. വാണിജ്യ താൽപ്പര്യങ്ങൾ പലപ്പോഴും സുരക്ഷയേക്കാൾ മുൻഗണന നേടുന്നു. പിന്നെ ഈ അമിത ജോലിഭാരം, ഉത്തരവാദിത്തമില്ലായ്മ, സത്യം പറയുന്നവരെ ഒതുക്കുന്ന രീതി, ഇതെല്ലാം വലിയ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനൊരു പരിഹാരം സാധ്യമല്ലേ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും DGCAക്ക്
കൂടുതൽ സ്വയം ഭരണാധികാരം കൊടുക്കണം, സാമ്പത്തികമായും ഭരണപരമായും. റെഗുലേറ്റർമാരെയും എയർലൈൻ മാനേജ്മെന്റിനെയും വീഴ്ചകൾക്ക് ഉത്തരവാദികളാക്കാൻ ശക്തമായ സംവിധാനം വേണം. പിന്നെ ഈ താൽപ്പര്യ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന്, കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന കമ്മിറ്റികളിൽ സുരക്ഷാ വിദഗ്ധരുടെ വാക്കിന് വിലയുണ്ടാവണം. AME, ATCO തുടങ്ങിയവരുടെ ഡ്യൂട്ടി സമയം കർശനമായി നിയന്ത്രിക്കണം. വിസിൽ ബ്ലോവർമാർക്ക് സംരക്ഷണം നൽകണം. ആവശ്യമെങ്കിൽ കോടതികൾ കൂടുതൽ ശക്തമായി ഇടപെടണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യൻ വ്യോമയാന സുരക്ഷ എന്നത് സാങ്കേതിക വിദഗ്ധർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു ഭരണപരവും വ്യവസ്ഥാപരവുമായ പ്രശ്നമാണ്. അടിയന്തരമായ ശ്രദ്ധയും മാറ്റങ്ങളും ആവശ്യമുണ്ട്. അതെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത്, ഇത്രയും സങ്കീർണമായ ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ആരുടെ മേലാണ് കൃത്യമായ ഉത്തരവാദിത്തം ചുമത്താൻ കഴിയുക? എങ്ങനെയാണ് അവരെ ഫലപ്രദമായി അക്കൗണ്ടബിൾ ആക്കാൻ കഴിയുക? അതൊരു വലിയ ചോദ്യമാണ്. ശരിയാണ്, അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ആ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആഗോള AI ഭരണം, ഇന്ത്യയുടെ വഴി എന്നൊരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി 2026 ഫെബ്രുവരിയിൽ നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ AI ഇംപാക്ട് സമ്മിറ്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു സമ്മിറ്റാണ് വരാൻ പോകുന്നത്. ഈ ചർച്ചയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താ പറയുക, ഈ ഗ്ലോബൽ AI രംഗത്ത് ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും, പിന്നെ ഈ ഉച്ചകോടിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയാണ്. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അല്ലേ? തീർച്ചയായും പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണിത്. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ AI വരും, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഗ്ലോബൽ സമ്മിറ്റുകൾ, ഗവേണൻസിൽ MyGov, DPI പോലുള്ള കാര്യങ്ങൾ. ശരിയാണ്. മെയിൻസിലേക്ക് വരുമ്പോഴേ GS പേപ്പർ 2-ൽ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്, പിന്നെ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്, SA പേപ്പറിലും ഇതിന്റെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ AI ഇംപാക്ട് സമ്മിറ്റ് 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം? ഇന്ത്യ എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? നല്ല ചോദ്യമാണ്. ശരിക്കും ലേഖനത്തിൽ പറയുന്ന പോലെ ഇത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. അതായത്, പൊതുനന്മയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരം. ഓക്കേ. ഇതിനു മുൻപ് നടന്ന ഉച്ചകോടികള്, അതായത് 2023-ൽ ബ്ലെച്ച്ലിയിലും 2025-ൽ പാരീസിലും നടന്നപ്പോൾ അവിടെ അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങൾക്കിടയിൽ AI-യുടെ ഭാവിയെക്കുറിച്ച് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരുപക്ഷെ ഒരു പാലമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതായത്, ഈ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു കച്ചവട താൽപ്പര്യം, യൂറോപ്പിന്റെ ആ ഒരു നിയമപരമായ സമീപനം, പിന്നെ ചൈനയുടെ സർക്കാർ നിയന്ത്രണ രീതി, ഇതൊക്കെ തമ്മിൽ വലിയ അന്തരമില്ലേ? ഇന്ത്യക്ക് എങ്ങനെ പ്രായോഗികമായ ഒരു സമവായമുണ്ടാക്കാൻ പറ്റും? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ലേഖനം പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. AI-യുടെ ഭാവി തീരുമാനിക്കുന്നതിൽ ലോകം ഏതാണ്ട് 3 വഴികളിലൂടെയാണ് പോകുന്നത്. അമേരിക്കയുടെ കച്ചവടം, യൂറോപ്പിന്റെ നിയമം, ചൈനയുടെ നിയന്ത്രണം. ശരി. ഇതിനിടയിൽ ഇന്ത്യയ്ക്കൊരു 4ാമത്തെ വഴി, അതായത് പ്രായോഗികതയിലൂന്നിയ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വഴി തുറക്കാൻ കഴിഞ്ഞേക്കും. ഇത് വെറുമൊരു നയതന്ത്രം എന്നതിലുപരി AI-യുടെ ഗുണങ്ങൾ എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് എന്ന് നമ്മൾ പറയുന്ന വികസ്വര രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ്. ഗ്ലോബൽ സൗത്ത്, ഈ വാക്ക് നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഈ AI ഗവേണൻസ് എന്നും പറയുന്നു. ഈ 2 ആശയങ്ങളും ഒന്ന് ലളിതമായിട്ട് പറയാമോ? തീർച്ചയായും. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് പൊതുവെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ വികസ്വര രാജ്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. AI-യുടെ കാര്യത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടണം, അല്ലാതെ ഒരു ഡിജിറ്റൽ വിഭജനം ഉണ്ടാകരുത്. അവിടെയാണ് ഇന്ത്യക്കൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നത്. ഓക്കെ. ഇനി AI ഗവേണൻസ്,
അത് ഈ AI സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതവും ധാർമ്മികവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ, തത്വങ്ങൾ ഇതിന്റെയൊക്കെ ഒരു ചട്ടക്കൂടാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ രീതികളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞുപോലെ. ശരി. ഈ ചർച്ചയിൽ മറ്റു ചില സാങ്കേതിക പദങ്ങളും വരുന്നുണ്ടല്ലോ. റെഡ് ടീമിംഗ്, ഫ്രോണ്ടിയർ AI എന്നൊക്കെ. അതെന്താണ് സംഭവം? അതിന്റെ പ്രാധാന്യം? റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ പരിശോധനയാണ്. ഒരു AI മോഡലില് എന്തെങ്കിലും പിഴവുകളുണ്ടോ, അതിന് ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പക്ഷപാതമുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വിദഗ്ധർ നടത്തുന്നൊരു ശ്രമം. ഒരുതരം എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഫ്രോണ്ടിയർ AI എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും പുതിയതും ശക്തവുമായ AI മോഡലുകളാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് GPT-4, അതിനുശേഷമുള്ളതൊക്കെ. ഇതിൻ്റെയൊക്കെ ശക്തി ഭയങ്കരമാണ്. പക്ഷേ അതേസമയം അവ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി പ്രവചിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അതാണ് അതിലെ ഒരു റിസ്ക്. അതുകൊണ്ട് അതിന് പ്രത്യേക ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ്. അപ്പോ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് DPI, ആധാർ, UPI പോലുള്ളവ, ഇതിനൊക്കെ ഈ ആഗോള ചർച്ചയിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ DPI ഇന്ത്യ വളരെ വിജയകരമായി നടപ്പാക്കി. സാങ്കേതികവിദ്യയെ എങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക്, പൊതുസേവനങ്ങളിലേക്ക് കൊണ്ടുവരാം എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ശരിയാണ്. ഈ അനുഭവം AI-യെക്കുറിച്ചുള്ള ലോക ചർച്ചകളിൽ, പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ ഇന്ത്യയ്ക്കൊരു പ്രത്യേക വിശ്വാസ്യത നൽകുന്നുണ്ട്. ഇത് ഇന്ത്യയെ കേവലം നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു റൂൾ ടേക്കർ എന്നതിൽ നിന്ന് നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ പങ്കാളിയാകുന്ന ഒരു റൂൾ ഷേപ്പർ ആകാൻ സഹായിക്കും, അല്ലേ? അതെ, കൃത്യമായി അതാണ് പോയിന്റ്. ആ റൂൾ ഷേപ്പർ എന്ന ആശയം ഇന്ത്യയ്ക്ക് ഈ ഉച്ചകോടിയിലൂടെ മുന്നോട്ട് വെക്കാൻ പറ്റും. ഇത് വലിയ അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട് ഇന്ത്യക്ക്. പക്ഷേ ഈ റൂൾ ഷേപ്പർ ആകാനുള്ള ശ്രമത്തിൽ ഇന്ത്യ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ഒരു വശത്ത് ആഗോള നേതൃത്വം എന്ന അവസരം, മറുവശത്ത് പ്രധാന വെല്ലുവിളി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ. അതായത് അമേരിക്ക, ചൈന, യൂറോപ്പ് പോലുള്ള ശക്തികൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയാണ്. അതോടൊപ്പം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ആഗോളതലത്തിൽ പിന്തുണ ഉറപ്പാക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ശക്തവും കാര്യക്ഷമവുമായ ഒരു ആഭ്യന്തര AI നയം വേണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നേരെയാക്കിയിട്ട് വേണം ലോകത്തെ നയിക്കാൻ ശ്രമിക്കാൻ. അതിൽ കാലതാമസം വരുന്നത് ചിലപ്പോൾ ഒരു വെല്ലുവിളിയായേക്കാം. ശരിയാണ്. അപ്പോ മുന്നോട്ടുള്ള വഴി എന്താണ്? ലേഖനം എന്തെങ്കിലും നിർദ്ദേശം വയ്ക്കുന്നുണ്ടോ? ഒരു പുതിയ ആഗോള AI അതോറിറ്റി വേണമെന്നാണോ പറയുന്നത്? അല്ല. രസകരമായ കാര്യം അതാണ്. ലേഖനം പറയുന്നത് ഒരു പുതിയ ഭീമൻ സംഘടനയുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതിന് പകരം നിലവിലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക, പിന്നെ AI കഴിവുകൾ, അതിന്റെ സുരക്ഷാ രീതികൾ, ഇതൊക്കെ ലോകമെമ്പാടും പങ്കുവയ്ക്കുക. ഇതിലാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കേ. ഒരു പ്രായോഗികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു അജണ്ടയിലൂടെ ഈ ഉച്ചകോടിയെ ഒരു വിജയമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയണം. ശരി. അപ്പോൾ ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി 2026 ഇന്ത്യയുടെ AI ഇംപാക്ട് സമ്മിറ്റിനെക്കുറിച്ചും ആഗോള AI ഭരണത്തിൽ ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഈ സങ്കീർണമായ വിഷയത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. ഒരു അവസാന ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. പറയൂ. അതായത് ആഗോള AI നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ നല്ല കാര്യം. പക്ഷേ നമ്മുടെ DPI പോലുള്ള വിജയങ്ങൾ കാണിക്കുന്നതിനപ്പുറം ഗ്ലോബൽ സൗത്തിലെ വളരെ വ്യത്യസ്തമായ ആവശ്യങ്ങളും സാഹചര്യങ്ങളുമുള്ള രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്ന പ്രായോഗികമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണത്. ശരി, നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്
തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ്. അതെ, ഈ ക്ഷേത്രങ്ങളിലെ അധികമുള്ള ഫണ്ട്. സർപ്ലസ് ഫണ്ട് എന്ന് പറയില്ലേ? അതുതന്നെ. ആ ഫണ്ട് ഇപ്പോ കോളേജുകൾ പണിയുന്നത് പോലെയുള്ള മതേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇത് സംബന്ധിച്ച ഒരു ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരിയാണ്. പിന്നെ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓഹോ, അതെങ്ങനെയാണ് പ്രിലിംസിനും മെയിൻസിനുമൊക്കെ ഇത് ബന്ധപ്പെട്ട് വരുന്നത്? ഉണ്ട്. പ്രിലിംസിന് നോക്കിയാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചില ഭാഗങ്ങൾ, അതായത് ജസ്റ്റിസ് പാർട്ടി, സ്വാഭിമാന പ്രസ്ഥാനം, പിന്നെ ഈ ചോള വിജയനഗര കാലഘട്ടത്തിലെ ക്ഷേത്ര എൻഡോവ്മെന്റുകൾ, ചരിത്രപരമായ ബന്ധം. അതുപോലെ ഇന്ത്യൻ പോളിറ്റിയിൽ വരുമ്പോൾ മതേതരത്വം, പിന്നെ മതസ്വാതന്ത്ര്യം, നമ്മുടെ ആർട്ടിക്കിൾ 25-26 ഒക്കെ. ശരി. പിന്നെ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ്, ഇതുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. മെയിൻസിന്റെ കാര്യത്തിലോ അവിടെ എങ്ങനെയാ ഇത് വരുന്ന? മെയിൻസിന് ഇത് GS പേപ്പർ 1-ൽ സാമൂഹിക ശാക്തീകരണം, വർഗീയത, മതേതരത്വം, പിന്നെ സ്വാതന്ത്ര്യ സമരകാലത്തെ സാമൂഹിക പരിഷ്കരണങ്ങൾ. അതുപോലെ GS പേപ്പർ 2-ൽ സർക്കാർ നയങ്ങൾ, അധികാര വിഭജനം, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം, പിന്നെ ഭരണകൂടവും മതവും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഈ ഏരിയകളിലൊക്കെ ഇത് വരും. മനസ്സിലായി. അപ്പോൾ നമുക്ക് ലേഖനത്തിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഈ വിഷയത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം? ഇതിനൊരു പഴയ ചരിത്രമുണ്ട് ശരിക്കും. ക്ഷേത്രങ്ങളുടെ ഭൂമി, ഫണ്ട് പോലെയുള്ള മതേതര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തന്നെ, അതായത് 1817-ൽ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഓ, അത്രയും പഴയതാണോ? അതെ. ബ്രിട്ടീഷുകാർ അവരുടെ ഒരു രീതി അനുസരിച്ച് മതപരമായ കാര്യങ്ങളിൽ നേരിട്ടിടപെടില്ല. പക്ഷേ ഭരണം, പണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. ശരി. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷമോ? അപ്പോഴാണ് ശരിക്കും തമിഴ്നാട്ടിലെ ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ റോള് വരുന്നത്. മദ്രാസ് പ്രസിഡൻസിയിൽ അന്ന് ബ്രാഹ്മണരല്ലാത്തവരുടെ ഒരു മുന്നേറ്റമുണ്ടായിരുന്നല്ലോ, ജസ്റ്റിസ് പാർട്ടി. കേട്ടിട്ടുണ്ട്. ഒരു നിയമം കൊണ്ടുവന്നു, ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ്സ് ആക്ട്, 1925-ൽ. അതെ. ആ നിയമത്തിലാണ് ആദ്യമായിട്ട് ഈ ക്ഷേത്രങ്ങളിലെ മിച്ച ഫണ്ട്, അതായത് ക്ഷേത്രാവശ്യങ്ങൾ കഴിഞ്ഞുള്ള പണം മറ്റു സാമൂഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നിയമപരമായിട്ടൊരു അനുമതി കൊടുത്തത്. അപ്പൊ ആ നിയമം ഇപ്പോഴും അതുപോലെ നിലവിലുണ്ടോ, അതോ മാറ്റങ്ങൾ വന്നോ? ഇല്ല, ആ നിയമം പിന്നീട് മാറി. ഇപ്പോൾ നിലവിലുള്ളത് 1959-ലെ തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട് ആണ്. 1959-ലെ ആക്ട്. അതെ. അതിലെ സെക്ഷൻ 36, 66 എന്നിവ അനുസരിച്ച് ഇപ്പോഴും സർക്കാരിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ മിച്ച ഫണ്ട് മതേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അധികാരം കൊടുക്കുന്നുണ്ട്. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ പണ്ട് ആരാധനാലയങ്ങൾ മാത്രമായിരുന്നോ, അതോ വേറെ റോളുകൾ ഉണ്ടായിരുന്നോ? അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ചോള വിജയനഗര കാലത്തൊക്കെ ക്ഷേത്രങ്ങൾ വെറും പൂജ ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരുന്നില്ല. അവ വലിയ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സാംസ്കാരിക, വിദ്യാഭ്യാസ, ചിലപ്പോൾ വൈദ്യസഹായം നൽകുന്ന കേന്ദ്രങ്ങൾ വരെയായിരുന്നു. അന്നത്തെ സമൂഹത്തിന്റെ ഒരു നെടും തൂണായിരുന്നു ക്ഷേത്രങ്ങൾ. അപ്പോ ആ ഒരു ചരിത്രപരമായ പങ്ക് വെച്ചാണ് ഈ ഫണ്ട് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന വാദം വരുന്നതല്ലേ? ഒരു പരിധിവരെ അതെ. ആ ചരിത്രവും ഒരു ഘടകമാണ്. പിന്നെ ലേഖനത്തിൽ പെരിയാറിന്റെ സ്വാഭിമാന പ്രസ്ഥാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ പങ്കെന്തായിരുന്നു? പെരിയാർ EV രാമസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം തമിഴ്നാട്ടിലെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരിയാണ്. ക്ഷേത്രങ്ങളിലെ പ്രവേശനത്തിനും അവിടുത്തെ ഭരണത്തിലുണ്ടായിരുന്ന ജാതീപരമായ വേർതിരിവുകൾക്കെതിരെയും അവർ ശക്തമായി നിലകൊണ്ടു. സർക്കാർ ക്ഷേത്രഭരണത്തിൽ ഇടപെടുന്നതിന് പിന്നിൽ ഈ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളും ഒരു കാരണമാണ്. ഓക്കെ. അപ്പോ പ്രിലിംസിന് വേണ്ടി ചില അടിസ്ഥാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഒന്നുകൂടി ഉറപ്പിക്കാമോ? തീർച്ചയായും. ഒന്ന്, റിലീജിയസ് എൻഡോമെന്റ്സ്, അതായത് മതപരമോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയതോ ആയ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ ഫണ്ട്. ഇത് നമ്മുടെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം ഉണ്ടാക്കാം. അതെ. ലിസ്റ്റ് 3 എൻട്രി 28. രണ്ടാമത്തേത് ഇന്ത്യൻ സെക്യുലറിസം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മതേതരത്വം പാശ്ചാത്യ മോഡൽ പോലെയല്ല. സ്റ്റേറ്റ് മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല. പക്ഷേ മതസ്ഥാപനങ്ങളുടെ മതേതര കാര്യങ്ങളിൽ, അതായത് ഭരണം, ഫണ്ട് തുടങ്ങിയവയിൽ സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി ഇടപെടാൻ പറ്റും. ശരി. മൂന്നാമത്തേത് ജസ്റ്റിസ് പാർട്ടി. മദ്രാസ് പ്രസിഡൻസിയിലെ ബ്രാഹ്മണ ഇതര പ്രസ്ഥാനം
ക്ഷേത്രഭരണ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടവർ. 4 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം. പെരിയാർ തുടങ്ങിയത് ജാതിവ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ പ്രസ്ഥാനം. ഓക്കെ, വ്യക്തമായി. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിലേക്ക് വരാം. ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? മെയിൻസിന് ഇത് ഇന്ത്യയിലെ മതം, ഭരണകൂടം, സമൂഹം ഇവ തമ്മിലുള്ള ആ ഒരു സങ്കീർണമായ ബന്ധം മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ഉദാഹരണമാണ്. ശരിയാണ്. ഫണ്ട് ഉപയോഗിക്കുന്നതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്, 1 നിലവിലെ നിയമം 1959 ആക്ട് ഇത് അനുവദിക്കുന്നുണ്ട്. 2 നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ ആ ചരിത്രപരമായ സാമൂഹിക പങ്ക്. 3 സാമൂഹ്യനീതി ഉറപ്പാക്കാൻ, പ്രത്യേകിച്ച് ജാതി വിവേചനം പോലുള്ളവ ഇല്ലാതാക്കാൻ സർക്കാർ നിയന്ത്രണം ആവശ്യമായിരുന്നു എന്നുള്ളത്. 4 സാമ്പത്തിക ക്രമക്കേടുകൾ തടയാനും ഇത് സഹായിക്കും. ഇതിനെ എതിർക്കുന്നവർ എന്താണ് പ്രധാനമായും പറയുന്നത്? അവരുടെ പ്രധാന വാദം ഇത് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതാണ്. ആർട്ടിക്കിൾ 25-26ന്റെ ലംഘനം. അതായത് ഫണ്ടിൽ ഭരണകൂടം ഇടപെടുന്നത്. അതെ, ഭക്തർ ദൈവത്തിന് നൽകുന്ന പണം വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരു വിശ്വാസവഞ്ചനയാണെന്ന് അവർ പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഹിന്ദു സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു തരം സെലക്റ്റീവ് സെക്യുലറിസം അല്ലേ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ശരിയാണ്, അതും പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഇതിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചപ്പാട് എങ്ങനെ രൂപപ്പെടുത്താം? നോക്കൂ, ക്ഷേത്രങ്ങളുടെ ഈ മതേതര കാര്യങ്ങളിൽ സർക്കാരിനൊരു നിയന്ത്രണാധികാരം വരാൻ നിയമപരവും ചരിത്രപരവുമായ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ സാഹചര്യത്തിൽ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് അത് ഗുണം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ സുതാര്യത വേണം, ഉത്തരവാദിത്വം വേണം, വിവേചനം പാടില്ല. എന്താണ് ഈ സർപ്ലസ് ഫണ്ട് എന്ന് വളരെ വ്യക്തമായി നിർവചിക്കണം. ക്ഷേത്രത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഭാവിയിലെ വികസനം ഇതൊക്കെ പരിഗണിച്ചു മാത്രമേ മിച്ച ഫണ്ടിനെക്കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. പിന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കണം. തീരുമാനമെടുക്കുമ്പോൾ ഭക്തർക്കും അവിടുത്തെ പ്രാദേശിക സമൂഹത്തിനും ഒരു പങ്കാളിത്തം കൊടുക്കുന്നത് ഒരുപക്ഷേ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പിന്നൊരു നിർദ്ദേശം, ഈ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ഹൈന്ദവ രീതിയിലുള്ള വാസ്തുവിദ്യയോ അല്ലെങ്കിൽ അവിടുത്തെ മൂല്യങ്ങൾക്കോ പ്രാധാന്യം നൽകുന്നത് ഒരുപക്ഷേ വിശ്വാസികളുടെ ആശങ്ക കുറയ്ക്കാൻ സഹായിച്ചേക്കാം. വളരെ നന്നായി കാര്യങ്ങൾ വിശദീകരിച്ചു. നിയമം, ചരിത്രം, സാമൂഹ്യനീതി, മതസ്വാതന്ത്ര്യം, വിശ്വാസം, അങ്ങനെ പല തലങ്ങളുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ ഒരു വശത്ത് നിയമവും ചരിത്രവും സാമൂഹ്യനീതിയും, മറുവശത്ത് മതസ്വാതന്ത്ര്യവും വിശ്വാസികളുടെ വികാരങ്ങളും. ഇതിടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എവിടെ വെച്ചാണ് ക്ഷേത്രഫണ്ടുകളുടെ കാര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടൽ സാമൂഹ്യക്ഷേമത്തിന്റെ ഭാഗമാകുന്നത്? എവിടെ വെച്ചാണ് അത് മതപരമായ കാര്യങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി മാറുന്നത്? ഈ അതിർവരമ്പ് എവിടെയാണ്? ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതായത് ICJയിലെ വംശഹത്യാ കേസിനെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമത്തിന്റെ ചില സാധ്യതകളും പരിമിതികളുമൊക്കെ പറയുന്ന ഒന്ന്. ദ ജനോസൈഡ് കേസ് അറ്റ് ദി ICJ, ഇന്റർനാഷണൽ ലോ ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് GS പേപ്പർ 2 അല്ലേ? അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സ്ഥാപനങ്ങൾ, നിയമം. അതുപോലെ GS പേപ്പർ 4ലും ഇതിന് പ്രസക്തിയുണ്ട്. നിയമത്തിന്റെ ഒരു ധാർമ്മിക വശം, എത്തിക്സ്. ശരിയാണ്. അപ്പോ നമുക്ക് ഈ ലേഖനത്തിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. തുടങ്ങുന്നത് തന്നെ ഈ കേസിനെക്കുറിച്ചാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ അത് വംശഹത്യയാണ് എന്നാരോപിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയാണ് ICJയെ സമീപിച്ചത്. അതെ, കോടതി ഇതുവരെ ഒരു അന്തികോൺ യുഗിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, വംശഹത്യ നടക്കാനൊരു സാധ്യതയുണ്ട് എന്ന്, ഒരു പ്ലോസിബിൾ റിസ്ക്. അതെ, ആ പ്ലോസിബിൾ റിസ്ക് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. കാരണം അത് അന്തിമ വിധിക്ക് മുൻപ് തന്നെ ഒരു ഗൗരവമായ സാഹചര്യമുണ്ട് എന്ന് കോടതി കരുതുന്നു എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അതിനായിട്ട് ഇസ്രയേലിനോട് ചില താൽക്കാലിക നടപടികൾ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരിയാണ്. പക്ഷേ
ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു നിയമപരമായ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ 1948 വംശഹത്യ ഉടമ്പടി പ്രകാരം വംശഹത്യ തെളിയിക്കാൻ ആ പ്രവൃത്തി ചെയ്തു എന്ന് മാത്രം പോരാ. ഒരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കണം എന്ന ഒരു വ്യക്തമായ ഉദ്ദേശ്യം, അതായത് ഇന്റന്റ്, അതും കൂടി തെളിയിക്കണം. ഇതിനെയാണ് നിയമത്തിൽ ഡോളുസ് സ്പെഷ്യാലിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഉദ്ദേശ്യം അല്ലെങ്കിൽ ഇന്റന്റ് തെളിയിക്കുക എന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? എന്താണതിന്റെ ബുദ്ധിമുട്ട്? അതെ, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെയോ ഒരു സൈന്യത്തിൻ്റെയോ ഒക്കെ ഒരു കൂട്ടായ ഉദ്ദേശം അത് തെളിയിക്കാൻ വളരെ വ്യക്തമായ തെളിവുകൾ വേണം. ചിലപ്പോൾ ഉത്തരവുകൾ അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങൾ, രേഖകൾ വേണം. കൃത്യമായ രേഖകൾ വേണം. പലപ്പോഴും അതൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഇന്റന്റ് തെളിയിക്കാനുള്ള ഉയർന്ന മാനദണ്ഡം ഒരുപാട് വിമർശിക്കപ്പെടുന്നത്. ശരി ശരി. പിന്നെ ദക്ഷിണാഫ്രിക്ക ഈ കേസ് ഫയൽ ചെയ്തത് തന്നെ എർഗ ഓംനിസ് എന്നൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എർഗ ഓംനിസ് അതെന്താണ്? എന്നുവെച്ചാൽ എല്ലാവരോടുമുള്ള ബാധ്യത, വംശഹത്യ പോലുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തടയുക എന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക ഈ വിഷയത്തിൽ നേരിട്ട് കക്ഷിയല്ലാഞ്ഞിട്ടും അവർക്ക് കേസ് കൊടുക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ നിയമപരമായ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതിന് വലിയൊരു രാഷ്ട്രീയ തലം കൂടിയുണ്ട്. നമ്മൾ കാണുന്നതാണല്ലോ UN സുരക്ഷാ സമിതിയിൽ അമേരിക്കയുടെ വീറ്റോ, ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങൾ വരുമ്പോൾ. അതെ, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. UN ചാർട്ടർ ലംഘിച്ചു എന്ന പേരില് ഇസ്രായേലിനെ പൊതുസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം ആർട്ടിക്കിൾ 6 വെച്ച് എന്നുവരെ ആവശ്യമുയരുന്നുണ്ട്. തീർച്ചയായും ഇതാണ് അന്താരാഷ്ട്ര നിയമം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. നിയമമുണ്ടായാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കണം. അത് നടപ്പാക്കാനൊരു സംവിധാനം വേണം. സുരക്ഷാ സമിതിയാണ് പ്രധാനമായും ആ റോള് വഹിക്കേണ്ടത്. പക്ഷേ അവിടെ ഈ വീറ്റോ അധികാരം അത് പലപ്പോഴും നീതി നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നു. അപ്പോൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായും സുരക്ഷാ സമിതിയുടെ പരിഷ്കരണമൊക്കെ വീണ്ടും ചർച്ചയാവുന്നത് ഇതുകൊണ്ടാണ്. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാല് ഇന്ത്യയുടെ നിലപാടിനെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുക? ലേഖനത്തിൽ പറയുന്ന പോലെ ഇന്ത്യയുടെ റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ എന്ന നയത്തിന് ഇതൊരു പരീക്ഷണമാണോ? അതെ, തീർച്ചയായും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു സങ്കീർണമായ സാഹചര്യമാണ്. കാരണം നമുക്ക് ചരിത്രപരമായി പാലസ്തീനോടൊരു പിന്തുണയുണ്ട്. അതേസമയം ഇസ്രായേലുമായിട്ട് വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായൊരു പങ്കാളിത്തവും നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അന്താരാഷ്ട്ര നിയമത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും, ഇതെല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം. അപ്പോൾ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തണം. അതെ, ഒരുപക്ഷെ മാനുഷിക സഹായം, വെടിനിർത്തൽ, സമാധാന ചർച്ചകൾക്ക് മുൻതൂക്കം നൽകുക, അങ്ങനെയുള്ളൊരു ക്രിയാത്മക നിലപാടായിരിക്കും ഇന്ത്യക്ക് നല്ലത്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് പ്രിലിംസിനായിട്ട് ഓർത്തുവെക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്, ചുരുക്കി പറഞ്ഞാൽ? പ്രധാനമായും 1948 വംശഹത്യ ഉടമ്പടി, ജീനോസൈഡ് കൺവെൻഷൻ, പിന്നെ ICJ, അതിന്റെ ഘടന, അധികാരപരിധി, നമ്മൾ നേരത്തെ പറഞ്ഞ എർഗ ഓംനൈസ് തത്വം. ശരി. പിന്നെ ആ ഡോളിസ് സ്പെഷ്യാലിസ് അല്ലെങ്കിൽ ജിനോസൈഡൽ ഇന്റന്റ് എന്ന ആശയം, UN സുരക്ഷാ സമിതി, വീറ്റോ അധികാരം, UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 6, ഇതൊക്കെ ഓർത്തുവെക്കണം. ഓക്കെ, ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശാലമായ തലത്തിൽ? മെയിൻസിന് നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് പ്രധാനം. അതായത് അന്താരാഷ്ട്ര നിയമത്തിന്റെ വിശ്വാസ്യത, അതിന്റെ രാഷ്ട്രീയവൽക്കരണം, നിയമം നടപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ, പ്രത്യേകിച്ചു വീറ്റോ, രാജ്യങ്ങളുടെ പരമാധികാരവും അന്താരാഷ്ട്ര ഇടപെടലും തമ്മിലുള്ളൊരു തർക്കം. അതെ, മാറുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശനയം നേരിടുന്ന വെല്ലുവിളികൾ, UN പരിഷ്കരണത്തിന്റെ ആവശ്യം, ഇതൊക്കെ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യാൻ കഴിയണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോ ഈ കേസ് ശരിക്കും അന്താരാഷ്ട്ര നിയമത്തിനും ആഗോള സ്ഥാപനങ്ങൾക്കുമൊക്കെ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. തീർച്ചയായും. ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ അന്താരാഷ്ട്ര നിയമം എന്നത് അത് ശരിക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? അതോ അധികാരവും സ്വാധീനവുമുള്ളവർക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ? നല്ല ചോദ്യമാണ്. ഈ നിയമങ്ങളുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം, അതായത് നീതി ഉറപ്പാക്കുക, സമാധാനം കൊണ്ടുവരിക, അതെത്രത്തോളം നടക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ കേസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ദി ഹിന്ദു പത്രത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കിനി കടക്കാം. നമസ്കാരം. നമ്മളിന്ന്
ഓൺലൈൻ ലോകത്തെ ഒരു വലിയ അതേസമയം കുറച്ച് സങ്കീർണമായ ഒരു ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കുട്ടികളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം, അതേസമയം നമ്മുടെ എല്ലാം സ്വകാര്യത അതെങ്ങനെ ഉറപ്പാക്കാം. ഓൺലൈൻ പ്രായപരിശോധന അഥവാ ഓൺലൈൻ ഏജ് വെരിഫിക്കേഷൻ, ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ലേഖനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനം. പിന്നെ നിങ്ങൾ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. കാരണം ഇത് ടെക്നോളജി, പിന്നെ ഗവർണൻസ്, നിയമം, എത്തിക്സ് അങ്ങനെ പല പേപ്പറുകളുമായി ബന്ധപ്പെട്ട് വരും. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ആവശ്യം വരും. ശരിയാണ്. GS പേപ്പർ 2, 3, 4 എല്ലാത്തിലും ഇതിന് സാധ്യതകളുണ്ട്. സൈബർ സുരക്ഷ, ഡേറ്റ സംരക്ഷണം, കുട്ടികളുടെ ക്ഷേമം. അതെ. എന്നാൽ പരീക്ഷയുടെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരും ഈ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ലേഖനത്തിൽ പ്രധാനമായി പറയുന്നത്? യൂറോപ്യൻ കമ്മീഷൻ അവരൊരു പുതിയ ഏജ് വെരിഫിക്കേഷൻ ആപ്പ് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നു അല്ലേ? കുട്ടികൾക്ക് ഹാനികരമായ കണ്ടന്റ് കിട്ടുന്നത് തടയാൻ. അതെ. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ സർവീസസ് ആക്ട് DSA എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. യൂറോപ്പിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കുള്ള നിയമങ്ങളാണത്. പ്രധാന ലക്ഷ്യം മുതിർന്നവരുടെ പ്രൈവസിയിൽ വലിയ കടന്നുകയറ്റം നടത്താതെ കുട്ടികളെ സംരക്ഷിക്കുക എന്നത് തന്നെ. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിനുപയോഗിക്കാൻ പോകുന്ന ടെക്നോളജിയാണ്. ഒന്ന്, അവരുടെ യൂറോപ്യൻ ഡിജിറ്റൽ ഐഡന്റിറ്റി വാലറ്റുകൾ, EID വാലറ്റ്സ് എന്ന് പറയും. നമ്മുടെ ഡിജി ലോക്കർ പോലെയോ ID കാർഡൊക്കെ ഫോണിൽ സൂക്ഷിക്കുന്നത്? ഏകദേശം അതുപോലെ. പിന്നെ സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകുന്ന സീറോ നോളജ് പ്രൂഫ്, അതായത് ZKP എന്നൊരു പുതിയ ക്രിപ്റ്റോഗ്രാഫിക് രീതിയും ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സീറോ നോളജ് പ്രൂഫ് ഇത് കുറച്ചുകൂടി ലളിതമായിട്ട് പറയാമോ? കേട്ടിട്ടൊരു കൗതുകം. പറയാം. ZKP എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വിവരം അറിയാം. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രായം 18 കഴിഞ്ഞു എന്നത്. ഈ വിവരം, അതായത് നിങ്ങളുടെ ജനനത്തീയതി പോലുള്ള യഥാർത്ഥ ഡാറ്റ മറ്റൊരാൾക്ക് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് 18 കഴിഞ്ഞു എന്ന് മാത്രം തെളിയിക്കാൻ പറ്റുന്ന ഒരു രീതി, അതാണ് സീറോ നോളജ് പ്രൂഫ്. നിങ്ങളുടെ കയ്യിലുള്ള വിവരം എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ ആ വിവരം നിങ്ങൾക്കറിയാമെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഓഹോ, അത് കൊള്ളാമല്ലോ. കാരണം ഓരോ സൈറ്റിലും കയറുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുന്നത് അതൊരു വലിയ തലവേദനയും പ്രൈവസി പ്രശ്നവുമാണ്. അതെ, തീർച്ചയായും. സ്വകാര്യത സംരക്ഷിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങളില്ലേ? എല്ലാവരും ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണോ? ഇല്ലില്ല. വിമർശനങ്ങൾ തീർച്ചയായുമുണ്ട്. ഒന്ന്, ഇത് ശരിക്കും സ്വകാര്യത സംരക്ഷിക്കുമോ അതോ പുതിയ ഭീഷണിയാകുമോ എന്ന പേടി. ഹാക്കർമാരിത് മുതലെടുക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ. പിന്നെ ഓരോ വെബ്സൈറ്റിലും ഇങ്ങനെ പ്രായം തെളിയിക്കാൻ പോകുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? അതിലും നല്ലത് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ തന്നെ, അതായത് ഡിവൈസ് ബേസ്ഡ് ആയിട്ട് ആപ്പിളോ ഗൂഗിളോ ഈ വെരിഫിക്കേഷൻ നടത്തുന്നതല്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പോൺഹബ് പോലുള്ള സൈറ്റുകൾ ആ വാദമാണ് ഉന്നയിക്കുന്നതല്ലേ? OS തലത്തിൽ വെരിഫൈ ചെയ്യുക എന്ന്. അതെ. പക്ഷെ അതും നമ്മുടെ ഫോണിന്റെ കൺട്രോൾ മുഴുവൻ ഈ കമ്പനികൾക്ക് കൊടുക്കുന്നത് പോലെ ആകില്ലേ? അതും ഒരു പ്രൈവസി പ്രശ്നം തന്നെയല്ലേ? ശരിയാണ്. അവിടെയും ആശങ്കകളുണ്ട്. അപ്പോൾ ഈ യൂറോപ്പിലെ ചർച്ചകളൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണ്? നമ്മൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? വളരെ പ്രസക്തമാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസർമാരുള്ള, ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഓൺലൈൻ സുരക്ഷ, കുട്ടികൾ ഈ അപകടകരമായ കണ്ടന്റ് കാണുന്നത്, ഇതൊക്കെ ഇവിടെയും വലിയ വിഷയങ്ങളാണ്. ശരിയാണ്. നമ്മുടെ IT നിയമങ്ങൾ 2021 പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പുട്ടസ്വാമി കേസിൽ സുപ്രീംകോടതി പറഞ്ഞതോർക്കണം, സ്വകാര്യത മൗലിക അവകാശമാണ്. അതെ. അപ്പോ യൂറോപ്പിലെ നീക്കങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി, അവിടുത്തെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോ ഇന്ത്യയിൽ ഇതുപോലൊരു സിസ്റ്റം കൊണ്ടുവന്നാൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ വെല്ലുവിളികൾ? ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തീർച്ചയായും കുട്ടികളുടെ സുരക്ഷ ഒരു പരിധിവരെ ഉറപ്പാക്കാൻ പറ്റിയേക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളുമായി ഒരു ചേർച്ച വരും. എന്നാൽ വെല്ലുവിളികൾ അത് വളരെ വലുതാണ്. ഇത്രയും വലിയ വൈവിധ്യമുള്ളൊരു ജനത, ഡിജിറ്റൽ സാക്ഷരത എല്ലായിടത്തും ഒരുപോലെയല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതേസമയം സ്വകാര്യത ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നത് അത് പ്രായോഗികമായി വലിയ വെല്ലുവിളിയാണ്. വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തീർച്ചയായും.
സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണെങ്കിൽ നിരീക്ഷണത്തിനുള്ള സാധ്യത, ഡേറ്റ ദുരുപയോഗം, ഈ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? യൂറോപ്പിനെ അതേപടി കോപ്പിയടിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കുട്ടികളുടെ സുരക്ഷയും പൗരന്റെ സ്വകാര്യതയും ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. നമ്മുടെ പുതിയ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, DPDP ആക്ട്, അത് ശക്തമായി നടപ്പാക്കണം. അത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശരി. പിന്നെ ഈ ZKP പോലുള്ള പുതിയ പ്രൈവസി സംരക്ഷിക്കുന്ന ടെക്നോളജികൾ, അവയുടെ സാധ്യതകൾ നമ്മൾ പഠിക്കണം. ഡിജിറ്റൽ ലിറ്ററസി കൂട്ടണം. സർക്കാരും ടെക് കമ്പനികളും സിവിൽ സൊസൈറ്റിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇന്ത്യക്ക് പറ്റിയൊരു മോഡല് കണ്ടെത്തണം. ഈ ഡിവൈസ് ബേസ്ഡ് വെരിഫിക്കേഷൻ പോലുള്ള മറ്റു വഴികളും പരിഗണിക്കാവുന്നതാണ് അല്ലേ? അതെ, അതും ഒരു ഓപ്ഷനായി പരിഗണിക്കണം. അതിന്റെയും ഗുണദോഷങ്ങൾ പഠിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഓൺലൈൻ ഏജ് വെരിഫിക്കേഷൻ എന്നത് ഒരു ടെക്നോളജി പ്രശ്നം മാത്രമല്ല. നിയമം, ധാർമ്മികത, സാമൂഹിക പ്രശ്നം എല്ലാം ഇതിലുണ്ട്. ഈ ചർച്ച നിങ്ങൾക്ക് ചില പുതിയ ചിന്തകൾ തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സുരക്ഷയും സ്വാകാര്യതയും, ആ ബാലൻസ് എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഇത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ വോട്ടിങ്ങിനെക്കുറിച്ചാണ്. ചിലപ്പോൾ അതൊരു സാധാരണ കാര്യം പോലെ തോന്നും, അല്ലേ? ശരിയാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഈയിടെയായി ഒരു മാറ്റം കാണുന്നുണ്ട്. യെസ് വോട്ടുകളേക്കാൾ വിട്ടുനിൽക്കൽ അഥവാ അബ്സ്റ്റെയിൻ ചെയ്യുന്നത് കൂടുന്നു. അതെ. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ്? ദ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു നല്ല വിശകലനമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. തീർച്ചയായും. ഈ കണക്കുകൾക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ വിദേശനയം എങ്ങനെ മാറുന്നു, ലോകരാഷ്ട്രീയം എങ്ങനെ മാറുന്നു എന്നൊക്കെ ഇതിൽ കാണാം. അതെ, വെറുമൊരു വോട്ടിംഗ് രീതി മാത്രമല്ല ഇത്. അല്ല. ഇതൊരു തന്ത്രപരമായ മാറ്റം കൂടിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ വിഷയം UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നൊന്ന് നോക്കാം, അല്ലേ? അത് നല്ലതാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പിന്നെ UN, ഇന്ത്യയുടെ വിദേശനയം, ഇതിന്റെയൊക്കെ ഭാഗമായി വരും. ശരിയാണ്. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2, ഇന്ത്യയും അയൽ രാജ്യങ്ങളും, ആഗോള കൂട്ടായ്മകൾ, മറ്റ് രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, വളരെ റെലവന്റ് ആണ്. ശരി, അപ്പൊ ലേഖനത്തിലേക്ക് വരാം. എന്താണ് ഇതിലെ പ്രധാന കണ്ടെത്തൽ? വളരെ വ്യക്തമായൊരു കണ്ടെത്തലുണ്ട്. അതായത് 1946 മുതൽ ഈ വർഷം ജൂൺ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഏകദേശം 5500 UN പ്രമേയങ്ങൾ. അത്രയും അധികം. അതെ. അതിൽ ഇന്ത്യയുടെ യെസ് വോട്ടുകൾ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഏകദേശം 56%. 56%? അതെ. അതേസമയം വിട്ടുനിൽക്കലുകൾ, അതായത് അബ്സ്റ്റെൻഷൻസ്, അത് റെക്കോർഡ് ലെവലിലെത്തി. ഏകദേശം 44%. 44% വിട്ടുനിൽക്കൽ. അത് ശരിക്കും വലിയൊരു കണക്കാണല്ലോ. എന്തായിരിക്കും ഇതിന് കാരണം? മുൻ നയതന്ത്രജ്ഞരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന 2 പ്രധാന കാരണങ്ങളുണ്ട്. ലേഖനത്തിലത് പറയുന്നുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന്, ലോകം ഇപ്പോൾ കൂടുതൽ ധ്രുവീകരിക്കപ്പെട്ടു. ഒരുതരം പോളറൈസേഷൻ. അമേരിക്ക ഒരു ഭാഗത്ത്, റഷ്യയും ചൈനയും മറുഭാഗത്ത് എന്ന രീതിയിൽ. അതെ. ആ ഒരു ഭിന്നത കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഒരു പൊതുസമവായത്തിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാണ്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം ഈ പ്രമേയങ്ങളില്ലേ, അതിന്റെ ഉള്ളടക്കം ഭയങ്കര സങ്കീർണമായി മാറി. സങ്കീർണമായി എന്ന് പറഞ്ഞാൽ? എന്നുവെച്ചാൽ ഒരു പ്രമേയത്തിൽ തന്നെ കുറേയധികം വിഷയങ്ങൾ കുത്തിനിറയ്ക്കും. ലേഖനത്തിൽ അതിനെ ഒരു തമാശയായി ക്രിസ്മസ് ട്രീകൾ എന്ന് പറയുന്നുണ്ട്. ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിക്കുന്നു. ആ ഒരു രീതി. അപ്പോ അതിലെ ചില കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുണ്ടാകാം, മറ്റു ചിലതിനോട് വിയോജിപ്പും. അപ്പോ മൊത്തത്തിൽ ഒരു യെസ് അല്ലെങ്കിൽ നോ പറയാൻ പറ്റില്ല. എക്സാക്ട്ലി. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ വിട്ടുനിൽക്കുക എന്നൊരു ഓപ്ഷനെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഈ വിട്ടുനിൽക്കൽ ഒരു തരം ഒഴിഞ്ഞുമാറലല്ല. അല്ല. അതൊരു തീരുമാനമില്ലായ്മയായിട്ട് കാണേണ്ട കാര്യമില്ല. മറിച്ച് ഇന്ത്യയെപ്പോലെ വളർന്നുവരുന്ന ഒരു ശക്തിക്ക്, സ്വന്തം താൽപ്പര്യങ്ങൾ നോക്കി മുന്നോട്ടു പോകുന്ന ഒരു രാജ്യത്തിന് ഏതെങ്കിലും ഒരു ചേരിയിൽ ഒതുങ്ങിപ്പോകാതെ സ്വന്തം നിലപാട് ഒരു തരത്തിൽ പരോക്ഷമായിട്ട് വ്യക്തമാക്കാനുള്ള ഒരു നയതന്ത്രപരമായ ടൂളാണിത്, ഒരു ഉപകരണം. ശരി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ആശയങ്ങള്, കോർ കൺസെപ്റ്റ്സ് പ്രിലിംസിനു വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ വിദേശനയത്തിലെ മാറ്റം തന്നെ എടുക്കാം. ഓക്കെ. പണ്ട് നമുക്കറിയാം, ശീതയുദ്ധകാലത്ത്
ഇന്ത്യ ചേരിചേരാ നയമാണ് പിന്തുടർന്നത്, നോൺ അലൈൻമെന്റ്. അതെ. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇപ്പം നമ്മൾ പറയുന്നത് ബഹുമുഖ സഹകരണം അഥവാ മൾട്ടി അലൈൻമെന്റ് അല്ലെങ്കിൽ തന്ത്രപരമായ സ്വയംഭരണാവകാശം, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെയാണ്. അതായത് ഓരോ വിഷയത്തിലും ഇന്ത്യയുടെ താൽപ്പര്യം എന്താണോ അത് നോക്കും, എന്നിട്ട് ആവശ്യമെങ്കിൽ അമേരിക്കയുമായും സഹകരിക്കും, അതേസമയം റഷ്യയുമായും സഹകരിക്കും. ഒരു വിഷയത്തിൽ തന്നെ. അതെ, നമ്മുടെ താൽപ്പര്യമനുസരിച്ച് പലരുമായും സഹകരിക്കുക. ഈ വിട്ടുനിൽക്കൻ ഇതിന്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ഈ വിട്ടുവിൽക്കൽ അഥവാ അബ്സ്റ്റൻഷൻ എന്നതും ഒരു നിലപാടാണെന്ന് പറയാം. തീർച്ചയായും അതൊരു നിഷ്ക്രിയ നിലപാടല്ല. ചിലപ്പോൾ നിഷ്പക്ഷത കാണിക്കാനാവാം, അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങളെ പിണക്കാതിരിക്കാനാവാം, അല്ലെങ്കിൽ ആ വിഷയത്തിലെ സങ്കീർണതയോടുള്ള ഒരു വിയോജിപ്പ് പോലെ കാണിക്കാനാവാം. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ ധ്രുവീകരണം അഥവാ പോളറൈസേഷൻ. അത് ലോകം പ്രധാനമായും രണ്ട് ചേരികളായിട്ട് അല്ലെങ്കിൽ പല ചേരികളായിട്ട് വിഭജിക്കപ്പെടുന്ന അവസ്ഥ. ശരി. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ആംഗിളിൽ നോക്കാം. ഈ വോട്ടിംഗ് രീതിയിലെ മാറ്റം ഇന്ത്യയുടെ നയത്തെയും അന്താരാഷ്ട്ര രംഗത്തെ സ്ഥാനത്തെയും എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി അലൈൻമെന്റ് നയത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്. അപ്പോ പണ്ട് ചെയ്തതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാത്തിനെയും അങ്ങ് കണ്ണടച്ചു പിന്തുണയ്ക്കില്ല. സ്വന്തമായ ഒരു നിലപാടെടുക്കാൻ ശ്രമിക്കുന്നു. അതെ, സ്വന്തമായ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഉക്രൈൻ വിഷയം. അതിൽ ഇന്ത്യ തുടർച്ചയായി വിട്ടുനിന്നല്ലോ. അതെ, അത് ഈ നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ഒരു വെറും ബാലൻസിംഗ് പവർ എന്നതിലുപരി ഒരു ലീഡിംഗ് പവർ ആകാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണത്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ: 1, ഈ പറഞ്ഞ തന്ത്രപരമായ സ്വയംഭരണാവകാശം നിലനിർത്താം. 2, എല്ലാ പ്രധാന രാജ്യങ്ങളുമായും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. 3, സങ്കീർണമായ വിഷയങ്ങളിൽ കൂടുതൽ സൂക്ഷ്മമായ നിലപാടെടുക്കാൻ ഇത് സഹായിക്കും. ഡിപ്ലോമാറ്റിക് നഷ്ടങ്ങൾ ഒഴിവാക്കാം. എന്നാൽ ഇതിന് ദോഷവശങ്ങളുണ്ടാവില്ലേ? അല്ലെങ്കിൽ വിമർശനങ്ങൾ? ചിലർ ഇതിനെ ഒരു നിലപാടില്ലായ്മയായി കാണില്ലേ? നിർണായക ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള മടിയായിട്ട് വ്യാഖ്യാനിക്കാം. ശരി. 2, മനുഷ്യാവകാശം പോലുള്ള വിഷയങ്ങളിൽ നമ്മൾ ശക്തമായൊരു നിലപാടെടുക്കാതിരുന്നാൽ അത് ഇന്ത്യയുടെ ഒരു ധാർമ്മിക നേതൃത്വത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് രണ്ട് ഭാഗത്തുള്ളവരെയും ഒരുപോലെ അസ്വസ്ഥരാക്കാനും സാധ്യതയുണ്ട്. ആരെയും പിണക്കാതിരിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പിണങ്ങിയെന്നും വരാം. ശരിയാണ്. അപ്പോ എന്താണൊരു സമതുല്യമായ കാഴ്ചപ്പാട്, ഒരു ബാലൻസ്ഡ് വ്യൂ? നോക്കൂ, ഇന്നത്തെ ഈ സങ്കീർണമായ ലോകരാഷ്ട്രീയത്തിൽ ഇതൊരു പ്രായോഗികമായ സമീപനമാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇവല്യൂഷനാണ്. പക്ഷേ ഈ വിട്ടുനിൽക്കൽ എന്നത് സ്വയം ഒരു ലക്ഷ്യമല്ല, അതൊരു മാർഗം മാത്രമാണ്. എന്തിലേക്കുള്ള മാർഗം? ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഓട്ടോണമിയിലേക്കുള്ള. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ത്യ ഓരോ തവണ വിട്ടുനിൽക്കുമ്പോഴും അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കണം. പിന്നെ പ്രമേയങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ട് നമ്മുടെ ആശങ്കകൾ പരിഹരിക്കാൻ നോക്കണം. സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുന്നതിനൊപ്പം ആഗോള വിഷയങ്ങളിൽ ഒരു ഉത്തരവാദിത്തമുള്ള പങ്ക് വഹിക്കുകയും വേണം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ, യുഎന്നിലെ ഈ വർദ്ധിച്ചുവരുന്ന വിട്ടുനിൽക്കലുകൾ മാറുന്ന ലോകത്ത് ഇന്ത്യ സ്വന്തം സ്ഥാനമുറപ്പിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യ കൂടുതൽ പക്വത നേടുന്നതിന്റെ പ്രതിഫലനം കൂടിയാണിത്. ഇന്നത്തെ ഈ ചർച്ച വളരെ വിശദമായി നമ്മൾ നടത്തി. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഇന്ന് തന്നെ ഒന്നുകൂടി വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. നാളെ നമുക്ക് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തന്നുകൊണ്ട് നിർത്താം. ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇനിയും മാറിയേക്കാം. പുതിയ കൂട്ടുകെട്ടുകൾ വരാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ വിട്ടുനിൽക്കൽ തന്ത്രം ഭാവിയിൽ എത്രത്തോളം ഫലപ്രദമാകും? അതോ ഇതിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? ചിന്തിക്കുക.